രണ്ടെണ്ണം വീശിയിരുന്ന് നന്നായിട്ട് വിസ്തരിച്ചുണ്ണായിരുന്നു. കിട്ടുമോ? അമ്മയോട് ചോദിക്കാം അല്ലേ? അമ്മേ, മമ്മി ഇരിക്കുന്നില്ലേ? വേണ്ട, നിങ്ങൾ കഴിക്കേ. ഇതെല്ലാം ഉണ്ടാക്കി അമ്മ വല്ലാതെ ബുദ്ധിമുട്ടി കാണുമല്ലോ. ഫ്രൂട്ട്സ് ചുമ്മാ ഇരിക്കല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് രസമല്ലേ? രസമുണ്ടോ? പിന്നെ കൊറേ നാളായി ഞാൻ അടുക്കള കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. ഒന്നും ശരിയായിട്ടുണ്ടാവില്ല. മതി മതി, ഇതെല്ലാം കൂടി ആവുമ്പോ വയറ് പൊട്ടിപ്പോവും. ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ നന്നായിട്ട് ആഹാരം കഴിക്കണം. ശരിയാ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞിട്ടാ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ച് തിന്നോളാം അല്ലേ? വേണ്ട, അതൊക്കെ ഇരിക്കട്ടെ. ഊണിഷ്ടായോ? ഉഗ്രൻ. ഇത്രയും നല്ല സാപ്പാട് അടുത്തിടെ കഴിച്ചിട്ടില്ല. ഈ 5 സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണത്തിനിടയിൽ ഒരു ഹോംലി മീൽസ്, ഓംലെറ്റ്. ഓ കർട്ടൻ. ഗ്യാസും സ്റ്റവും ഒന്നും ഇല്ലെങ്കിലും എപ്പ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. നല്ല ഫുഡ് എപ്പോ വേണേലും വരാം. ഇത് അച്ഛനായിരിക്കും. എന്റെ ഭർത്താവ്. ഓഹോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? He is no more. അതെവിടെ? മരിച്ചിട്ട് എത്ര നാളായി? Accident. No, it was a murder. കൊലപാതകമോ? മമ്മി, ഞങ്ങളെന്നാ അവരെ കണ്ടപ്പോ ഞാൻ എന്റെ അമ്മയെ പറ്റി ഓർത്തുപോയി. എനിക്ക് 4-5 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചത്. ഇന്നും ആ മുഖം എന്റെ മനസ്സിലുണ്ട്. മത്തങ്ങ ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേ? അവനോട് വലിയ കളിയും ചിരിയൊന്നും വേണ്ട, കുഴപ്പക്കാരനാ. ലോഡ് ചെയ്ത് കഴിഞ്ഞില്ലേടോ? ഇത്രയും വീടുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ സന്ധ്യയ്ക്ക് മുമ്പേ ഡെലിവറി ചെയ്യും. നമ്മളിതുവരെ കാര്യമായിട്ടൊന്നും പരിചയപ്പെട്ടില്ല. ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകുമ്പോ സഹകരണമൊക്കെ വേണ്ടേ? ഇങ്ങനെയൊക്കെ ഇരുന്നാ മതിയോ? ഇയാളാരാ? സഹകരണ സംഘത്തിന്റെ ഹെഡ് ഓഫീസ്. ഇന്നത്തേക്കുള്ളത് വയറ് നിറച്ച് കിട്ടിയില്ലേ? നീയോ? ഇല്ല, ലോഡ് ചെയ്ത് മുഴുവൻ ഞാനല്ലേ. അതെ, അതുകൊണ്ട് ഇനി അൺലോഡ് ചെയ്യുന്ന മുഴുവൻ താൻ തന്നെ. രമാദേവി ഇറക്ക്. ഒറ്റയ്ക്ക് ഇറക്കണ്ട, നമുക്ക് ഒരുമിച്ച് ഇറക്കാം. അല്ലാതെ നീ മാത്രമായിട്ടൊക്കെ സൂചിക്കണ്ട. നീ അത് ഇന്ത്യൻ ഓയിലിന്റെ ഡയറക്ടർ. ഈ ഇന്ത്യൻ ഓയിൽ നിന്റെ അച്ഛൻ വേലാണ്ടി. ഇറക്കണം. പിടി. ഗ്യാസ്. അയ്യോ, ഇതാര് ഗ്യാസ്? ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അതിന്റെ ആൾക്കാരാ. കോയ ഗ്യാസ് ഏജൻസീസ്. ഞാൻ രാവിലെ മുതൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എടുക്ക്, വാ. എടുത്തോ. എടുക്ക്, വാ. വരട്ടെ. Come on, let's have a drink. വേണ്ട, സാറ് കഴിക്കാൻ. ഞങ്ങൾ ഡ്യൂട്ടിയില്ല. ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞേ വാട്ടീസ് അടിക്കത്തുള്ളൂ. Stop it. I know about the duty. ഞാൻ രാവിലെ മുതൽ കമ്പനിയെല്ലാം വിഷമിച്ചിരിക്കുകയായിരുന്നു. അയ്യോ പാവം, ഞാൻ കമ്പനി കൊടുത്തോളാം.
ടുഡേ യു ടു ആർ മൈ ഫ്രണ്ട്സ്. ഈ പിള്ള ഗസ്റ്റുകളെ സൽക്കരിക്കാൻ വിടില്ല. കഷ്ടമുണ്ടോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. Come on, my boys. വൈകുന്നേരം അടിച്ചാ മതി എന്ന് വെച്ചപ്പോ സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? സാർ രാവിലെ മുതൽ തണ്ണിയാണോ? Yes. ശീലിച്ചു അയ്യോ, കീടം. സാറിന്റെ കുടുംബം ഡൈവോഴ്സായി. അയ്യോ സെറ്റപ്പാ. Shut up. Don't ask me about that bloody bitch. സാർ ഇവിടെ ഇൻസ്പെക്ഷൻ വന്നതാ. 2 ദിവസം റിപ്പോർട്ട് ചെയ്യണം. സാർ എവിടെ വർക്ക് ചെയ്യുന്നേ? ആസാമിൽ. ആസാമിലോ? ഞാനും കുറെ നാൾ അവിടെയായിരുന്നു. ഈ മിലിറ്ററിയിൽ ചുറ്റിക്കളി കേട്ട് പിന്നെ കുറേ നാൾ പ്രാന്ത അഭിനയിച്ചിട്ട് ഞാൻ ഇവിടെ രക്ഷപ്പെട്ടു. ഞാനാണ് അവനെ കള്ളക്കമ്പി അടിച്ച് വരുത്തിയത്. എന്റെ ബുദ്ധി. ഐ ആം ബാങ്ക് ഓഫ് ഐഡിയാസ്. ആസാമിൽ എവിടെയാ ജോലി? ചിറാപുഞ്ചി. അതെന്തോന്ന് പുഞ്ചി? ചിറാപുഞ്ചിൽ എവിടെ? I am a military officer, Lieutenant Colonel R.K. Pillai. Understand? ഒറ്റയ്ക്കേ ഉള്ളോ? കൂട്ടുകാരൻ എവിടെ? നല്ല ഉറക്ക. രാവിലെ അമ്പലത്തിൽ വരാന്ന് ഇന്നലെ എന്നോട് സമ്മതിച്ച. പിന്നീട് രണ്ടുപേരെയും വീട്ടിലേക്ക് കണ്ടില്ലല്ലോ. അത് പിന്നെ വളരെ തിരക്കായിരുന്നു. ആഹാ, അമ്പലത്തിൽ വന്നിട്ട് പ്രസാദം വാങ്ങിച്ചില്ലേ? മമ്മി എന്നും അമ്പലത്തിൽ വരുമോ? ഞാൻ അധികം മുടക്കാറില്ല. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോ മനസ്സിന് അല്പം ആശ്വാസം കിട്ടും. നാളെ ഉച്ചയ്ക്ക് രണ്ടുപേരും ഉണ്ണാൻ വീട്ടിൽ വരണം. എന്റെ ജന്മനാളാ. എന്നാൽ ഈ വിവരം നേരത്തെ പറയണ്ടേ? നാളെ രാവിലെ തന്നെ ഞങ്ങൾ രണ്ടും കൂടി അങ്ങ് എത്തിയേക്കാം. ബർത്ത്ഡേ നമുക്ക് ഗംഭീരമാക്കാം. പിന്നെ ഇവിടെ ഏറ്റവും ശക്തിയുള്ള വഴിപാട് ഏതാ? പുഷ്പാഞ്ജലി നെയ്യഭിഷേകവും ഒക്കെ ഉണ്ട്. മൃത്യുഞ്ജയ ഹോമം, കറുക ഹോമം ഒക്കെ ചിലർ നടത്തും. നല്ലൊരു വഴിപാട് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അവധി കഴിഞ്ഞു പോവുകയാ. ട്രാൻസ്ഫർ പഞ്ചാബിലേക്കാ. എന്നാ വരട്ടെ. ശരി. ഉണ്ണി എവിടെ പോയിരുന്നു? ഞാൻ വഴിപാടിന്റെ രസീത് മേടിക്കാൻ വേണ്ടി പോയതാ. ഉണ്ണിക്ക് എന്ത് പറ്റി? പിന്നെ നാളെ ഞാൻ വേലപ്പനും കൂടി ബർത്ത്ഡേക്ക് വരുമ്പോ വിശദമായിട്ട് പറയാം. ഇങ്ങനെയല്ല പറഞ്ഞാലോ മാത്തുക്കുട്ടി, നമ്മള് പരിചയക്കാരല്ലേ? ജപ്പാനാ സാധനം, ഒറിജിനൽ. രൂപയൊക്കെ ഞാൻ പിന്നെ തരാം. ഇതെനിക്ക് വേണം. ഇതൊക്കെ മാറ്റി പിന്നെ അങ്ങ് ഫിറ്റ്. റൈബാന എങ്ങനെയുണ്ട്? അല്ല, വിറ്റ് വിറ്റപ്പോ നമ്മളെ കടലിനകത്ത് തരാ ബോർഡിംഗ് കച്ചവടം. ഞാൻ വെറുതെ എടുത്തു നോക്കിയതാ. എന്തെടുത്ത് നോക്കണേ? എടാ, അത്തനെ പിടിച്ച് മെത്തേക്ക് എടുത്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. മനസ്സിലായോ? നമുക്ക് ഈ തുണിക്കച്ചവടം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നിർത്തണ്ടേ? അന്ന് പറഞ്ഞ പിന്നെ ഞാനിത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തതാ. ഇപ്പൊ ഡയറക്റ്റ് അലയം വന്നപ്പോ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നതാ, ഗിഫ്റ്റ് ഒക്കെ ആയിട്ട്. ആ ഉണ്ണിനും വേലപ്പനും കണ്ടില്ലല്ലോ. അവരെവിടെയെങ്കിലും ഊരുറ്റാൻ പോയി കാണും. സമയം 11 ഞാൻ ലോഡ് ഏറ്റിട്ട് മണിക്കൂർ 2. ഇങ്ങനെ ആയാലും എന്ത് ചെയ്യും? താൻ തന്റെ ജോലി ചെയ്താൽ മതി. അവരുടെ കാര്യം നോക്കണ്ട കേട്ടോ. എടാ, അവര് വന്നേ പിന്നെ എനിക്കൊന്ന് സ്വസ്ഥായിട്ട് കിടക്കാൻ പറ്റേ. താൻ വായി നോക്കിക്കാ, ലിസ്റ്റ് വാങ്ങി പോകാൻ നോക്കണോ? അല്ല, മോനെ മാത്തുകുട്ടി, ഇങ്ങോട്ട് വേണം അല്ലേ? അത് നോക്കട്ടെ. കച്ചവടം കൂടുതൽ ഇവിടെ വേണമെന്ന് പലതവണ പറഞ്ഞിട്ടില്ല എന്നോട്. കസ്റ്റമേഴ്സിന് ഗ്യാസ് കിട്ടില്ല എന്ന് കേട്ടാ അന്റെ ഗ്യാസ് ഞാൻ പോക്കും. അനക്ക് ഗ്യാസ് വരും ഇപ്പൊ. ഇത്രയും വലിയ പ്രസന്റേഷൻ കാണുമ്പോ മമ്മി ഒന്ന് ഞെട്ടുമല്ലേ? ഞെട്ടിപ്പൊട്ടിത്തെറിക്കും. മമ്മി, അമ്മേ, മമ്മി, അമ്മേ. ഇല്ലേ? കിച്ചണിൽ ഫുഡ് നോക്കിയായിരിക്കും. മമ്മി, അമ്മേ. മമ്മി, അമ്മേ.
ഇന്നലെ രാത്രി മുതൽ അവരെ കാണാനില്ല. നേരം വെളുത്തപ്പോ പാൽക്കാരനെ പറഞ്ഞത് കൊച്ചമ്മയെ കാണാനില്ലെന്ന്. ഞാൻ രാവിലെ പോലീസിനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഇവിടെ ശബ്ദമൊക്കെ കേട്ടു. എന്താ സംഭവം ഒരു പിടിയുമില്ല. അവിടെ മാറി. നിങ്ങളാരാ? ഞങ്ങൾ മമ്മിയുടെ ഫ്രണ്ട്സാ. ഓഹോ, നിങ്ങളാണ് ഇവിടെ കൂടെ കൂടെ ഒരാളോ അല്ലേ? അതെ. കയറി വണ്ടിയില്. അയ്യോ, അമ്മയുടെ പിറന്നാളായതുകൊണ്ട് ഞങ്ങൾ ക്ഷണിച്ചിട്ട് വന്ന ഞങ്ങൾ നിരപരാധികളാണ് സാർ. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. സാർ ഞങ്ങൾ സാർ നടക്കടൂ. ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞൂടെ സാർ. സാർ അയ്യോ അയ്യോ എന്റെ കാല്.